ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലക്ഷ്മി നായേഴ്സ് ട്രാവൽ വ്ളോഗ്സ്. നമ്മൾ ഇറങ്ങുന്നു രാത്രി 8:30 മണി സമയം. മധുരൈ ഉറങ്ങാത്ത നഗരമാണ്, വൈബ്രൻറ്റ് സിറ്റി. അതുകൊണ്ട് നമ്മൾ രാത്രി കാഴ്ചകളുമായിട്ട് മുന്നോട്ട് പോകുന്നു. കുറച്ച് ഭക്ഷണ സ്ഥലങ്ങൾ തന്നെയാണ്. ഫുഡ് ടൂറാണ് ഇപ്രാവശ്യം. മധുരൈ എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ സ്ഥലമാണ്. എത്ര പ്രാവശ്യം വന്ന് എക്സ്പ്ലോർ ചെയ്താലും ഇവിടുത്തെ വിശേഷങ്ങൾ തീരില്ല. നോക്കൂ, റോഡൊക്കെ നല്ല സജീവം. നമ്മുടെ ക്രിസ്ത്യൻ ഈസ് റെഡി വിത്ത് ഓട്ടോറിക്ഷ. ഞാൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നാണ്. ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ വീണ്ടും ഇറങ്ങുന്നു. അതാണ് യെസ്. അപ്പോൾ എൻ്റെ കൂടെ വരിക. ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് ചിന്നക്കടൈ സ്ട്രീറ്റാണ്, മധുരൈ. അതായത് ചിന്ന കട, കുഞ്ഞു കുഞ്ഞു കടകളുള്ള ഒരു സ്ട്രീറ്റാണ്. ഇവിടെ ഒരു പൊറോട്ട കടയിലേക്കാണ് വന്നിരിക്കുന്നത്. അത് തപ്പി നടക്കുകയാണ് നമ്മൾ. അടുത്തൊരു ചിന്ന സ്ട്രീറ്റിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെല്ലാം കുട്ടി സ്ട്രീറ്റ് യാത്രകളാണ്. അമ്മേ, റോഡ് വളരെ മോശം. കുലുങ്ങി. ഇവിടെ ഫുള്ള് ഉള്ളി, ചെറിയ ഉള്ളി, സവാള, ഹോൾസെയിൽ. ഈ റോഡ് മുഴുവൻ അതായിരുന്നു. ഇത് ഉള്ളി മാർക്കറ്റ് എന്നാണ് പറയുന്നത്. ഇവിടെ ഫുള്ള് ഉള്ളിയുടെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടി മാത്രം സെപ്പറേറ്റ് മാർക്കറ്റ് ഉണ്ട്. കഷ്ടം. ഉള്ളി മാർക്കറ്റ്. ഈ ഉള്ളി മാർക്കറ്റിൻ്റെ ഇടയിലാണ് നമ്മളിപ്പോൾ അന്വേഷിച്ച് വന്നൊരു കട. ഓക്കെ, നല്ല തിരക്കുണ്ട്. തട്ടുകട പോലെയാണ്, വഴിയോര കടയാണ്. ഇതിൻ്റെ അടുത്തൊരു ഉള്ളിക്കടയുണ്ട്. ഉള്ളിക്കടയുടെ അവിടെയും കൂടി ഇവർ എന്താ പറയുക, ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് അത് മാറിയപ്പെണ്ണ എഴുതിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് മാറിയപ്പെണ്ണാണോ കടയുടെ പേര്. അല്ല, ജനനി മെസ്. നല്ല തിരക്ക് പിടിച്ചൊരു മാർക്കറ്റ് ഏരിയയാണ് ഉള്ളി മാർക്കറ്റ്. കറി ദോശ, ചിക്കൻ കൊത്തു പൊറോട്ട, മട്ടൻ ദം പൊറോട്ട. ഇത് എന്നാ പോട്ടി, പിച്ചിപ്പൊട്ട കോഴി. പിന്നെ ഇതെല്ലാം ഓംലെറ്റ്, മസാല ഓംലെറ്റാ. മസാല ഓംലെറ്റ്, സാധാ മസാല ഓംലെറ്റ് എന്ന് വെച്ചാൽ കറിയും കൂടി ചേർത്ത് ഒഴിക്കും അല്ലേ? ഓ ഓക്കെ. ഇത് നോക്കൂ, കടയ്ക്കകത്ത് ഭയങ്കര തിരക്കാണ്. വെളിയിൽ രണ്ട് സൈഡിലും ആളുണ്ട്. എല്ലാം ഫുള്ളാണ്. ഇത് സീറ്റ് കിട്ടിയ സീറ്റിൽ വെളിച്ചം അറിയില്ല. അതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഭയങ്കര മൂവിങ് ആണ് കേട്ടോ ഇവിടെ കട. ജനനി മെസ് എന്നാണ് ഈ കടയുടെ പേര്. വെരി ഓൾഡ് ഷോപ്പ്, വെരി ഫേമസ്. എത്ര വർഷം പഴക്കം? 25 years, 25 വർഷം പഴക്കം. 2000-ലാണെന്ന് തോന്നുന്നു. പാർസലൊക്കെ ഇഷ്ടം പോലെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ടൈമിങ് എങ്ങനെ? ഓ, രാവിലെ സ്റ്റാർട്ടിങ് 8 മണി തൊട്ട് നൈറ്റ് 12 മണി വരെ. അപ്പോൾ ഫുൾ ടൈം നോൺ സ്റ്റോപ്പ്. ഇത് തന്നെ സെയിം തിങ്. പൊറോട്ട ഇത് ഉച്ചയ്ക്ക് വല്ല, ഉച്ചയ്ക്ക് ചോറ്, ബിരിയാണി അപ്പടി. ബിരിയാണി കുഷ്ക. ഓക്കെ. ഓ ഓക്കെ. ആ. 250 போடும்போது ആ സമയം തൊട്ടുണ്ട്. അന്നത്തെ വില. ഇപ്പത്തെ വില 17. അത് പിച്ചിപ്പൊട്ട കോഴിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മസാലയിൽ പിച്ചി ഇടും. ചിക്കൻ വേവിച്ച് കറിയിൽ നിന്ന് എടുത്തിട്ട് കാണുമ്പോൾ തന്നെ അറിയാലോ എന്താ ടേസ്റ്റ് എന്ന്. പിന്നെ മസാല ചേർത്ത് ഓംലെറ്റ്. ഇവിടെ ആള് കൂടിക്കൊണ്ടിരിക്കുന്നു, തിരക്ക്. ഇതിനിടയിൽ കൂടി മുട്ടയുടെ ഓർഡർ വരുന്നു. ഒക്കെ ഒരൊറ്റ കല്ലിലാണ് കേട്ടോ ഇതിൻ്റെ കലാപരിപാടി ഫുള്ള്. ഓൾ ദി ആക്ടിവിറ്റീസ് ഇൻ വൺ കല്ല്. എൻ്റെ ഇങ്ങോട്ട് നോക്കൂ, തിരക്ക് കണ്ടോ? തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇവിടെ കൊത്തു പൊറോട്ട ഉണ്ട്. ആൾക്കാർ പാർസൽ ഒരുപാട് പോകുന്നുണ്ട്. ഇപ്പോൾ ഒരു കൊത്തു പൊറോട്ട ഇപ്പോൾ ഉണ്ടാക്കും. അതിൻ്റെ അപ്പം നമുക്ക് കാണാം ഇതെങ്ങനെയാണ്. ഇപ്പോൾ കൊത്തു പൊറോട്ട ഉണ്ടാക്കാൻ പോവുകയാണേ. കൊത്തു പൊറോട്ടയുടെ ഓർഡർ വന്നു. അപ്പോൾ ദേ നോക്കിക്കോളൂ. ഉള്ളി, കറിവേപ്പില, മുളക് പൊടി, കുറച്ച് എണ്ണ. ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഈ ചിക്കനൊക്കെ വറുക്കുന്ന എണ്ണയാണ് കേട്ടോ. കുറച്ച് മസാലയൊക്കെ മിക്സ് ആയത്. ഈ സൈഡിൽ കൂടെ ബുൾസൈ ഓർഡേഴ്സ് പോണു. അത് തിരിച്ചിട്ട് മുട്ടയാണ്. യെസ്. ഇതിലേക്ക് പിച്ചിപ്പൊട്ട കോഴി പോലെ ആദ്യം ആക്കും. ചിക്കൻ്റെ വെച്ച് വേവിച്ചത് അതിലേക്ക് പിച്ചി ഇടുന്നു.
കൊത്തു പൊറോട്ട ഓർഡറാണേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് ഇങ്ങനെ മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നു. ഒരേ സമയം ആ ചേട്ടനെ നോക്കി എന്ത് ആക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. പുള്ളി ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഷെഫാണ് കേട്ടോ. ഒരു ഗ്ലോറിഫൈഡ് ഷെഫ്സ് ഒന്നും അല്ല, പക്ഷെ എന്താ പറയാ, വലിയ പേരെടുത്ത ഷെഫുമാരെക്കാട്ടുള്ള എക്സ്പീരിയൻസ് ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അൺസങ് ഹീറോസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭയങ്കരമായിട്ട് കിടന്ന് ജോലി ചെയ്യും, പക്ഷെ അവരെ ആരും അപ്രീഷിയേറ്റ് ചെയ്യാനില്ല, അറിയുന്നില്ല ആരും. കൊത്തു പൊറോട്ടയുടെ സംഗതികൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കുറേ കുരുമുളക് പൊടിയും കൂടി ഇട്ടു കേട്ടോ അതിനകത്തേക്ക്. ഇത് ഇത് പിച്ചിപ്പൊട്ട കോഴിയാ, ഇത് വീണ്ടും പിച്ചിപ്പൊട്ട കോഴിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇത് കൊത്തു പൊറോട്ടയ്ക്ക് വേണ്ടി അല്ലായിരുന്നു, എനിക്ക് തെറ്റിപ്പോയി. അയ്യോ, പാത്രത്തോടെ എടുത്തുക്കാൻ പറ്റും. സീറ്റ് കിട്ടിയ സീറ്റ് വന്നു. ഇത് നോക്കിയേ, ഓംലെറ്റ് മസാലയൊക്കെ ചേർത്തിട്ട് ഗ്രേവി ഒഴിച്ച്. ഓ, ഈ പുള്ളിക്കാരൻ എന്തോ നോക്കൂ, നോൺ സ്റ്റോപ്പ് വർക്കിംഗ് ആണ്. ഇത് എഗ് പൊറോട്ട ഉണ്ടാക്കുന്നു. അയ്യോ, കുറേ മുട്ട എടുത്ത് ഒഴിച്ചു, ഉള്ളി, കറിവേപ്പില, കുറേ എണ്ണ. ഇത് എഗ് കൊത്തു പൊറോട്ട, മുട്ട പൊട്ടിച്ചൊഴിച്ചത് ഇനി ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. ഓ, എത്ര മുട്ട, മൈ ഗോഡ്. കുറേ പൊറോട്ട പിച്ചത് ഇടുന്നു. വാവ്, ഇതൊരു കുറച്ച് കൂടുതൽ നമ്പേഴ്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി കുറച്ച് ഗ്രേവി ഓയിൽ, ആ ഗ്രേവിയുടെ മുകളിൽ വരുന്ന ഓയിലാണ് കൂടുതലും. പിന്നെ കുറച്ച് ഗ്രേവി, സാൽന. ഇനി കൊത്ത് മിക്സിങ് ആൻഡ് കൊത്ത് അതാണ് മുട്ട കൊത്തു പൊറോട്ട. യെസ്, കൊത്തി സെറ്റാക്കി എടുക്കാം. ഫൈനലി ഒരു സീറ്റ് ഇരിക്കുന്നു. സീറ്റിൻ്റെ പൊസിഷനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നല്ലോ. എൻ്റെ മുഖത്ത് ലൈറ്റ് കിട്ടണം, പിന്നെ ബാക്ക് ഡ്രോപ്പ് കറക്റ്റ് ആയിരിക്കണം. നോക്കൂ, ഇപ്പോൾ ഭയങ്കര തിരക്ക് കടയിൽ. ഇത് സാൽന ഓണറാണ് കേട്ടോ, ഞാൻ കൂടുതൽ സംസാരിക്കാം പുള്ളിയായിട്ട്. പുള്ളി ഭയങ്കര തിരക്കിലാണ്. അപ്പോൾ അതെ, ബൺ പൊറോട്ട വേണം, സാൽന. വാവ്, നല്ല ചൂട്. ഇതെന്നാ? കാടയുടെ ഗ്രേവി. ഓക്കെ, കാട കോഴിയുടെ ഗ്രേവി. ഇതെന്നാ? സ്പൈസി ഗ്രേവി. ഓ മൈ ഗോഡ്, ഇത് കുറച്ച് ചിക്കൻ ഗ്രേവി, സ്പൈസി, ഭയങ്കര എരിവുള്ള ഗ്രേവി. ഇതൊക്കെയാണ് മറ്റേ കൊത്തുന്ന സമയത്ത് ഇടുന്നത്. പല ടൈപ്പ് ഓഫ് ഗ്രേവിയാണ് കേട്ടോ. കാട ഗ്രേവി, സ്പൈസി ഗ്രേവി. ഇത് സാൽന. നെൽപേട്ടെ ഉള്ളി മാർക്കറ്റ് എന്നാണ് ഈ മാർക്കറ്റിൻ്റെ പേര്, നെൽപേട്ടെ ഉള്ളി മാർക്കറ്റ്. അങ്ങനെ ഭയങ്കര ആക്ടിവിറ്റീസ് നടക്കുന്നു, വാഹനങ്ങൾ പോകുന്നു, ഇവിടെ എല്ലാം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നു. ഇതിൻ്റെ ഇടയിലാണ് നമ്മളിരിക്കുന്നത്. ഇത് ഭയങ്കര 25 വർഷമായിട്ടുള്ള ഫേമസ് ഷോപ്പ്. കണ്ടില്ലേ, ബാക്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണു, ആൾക്കാർ പാർസൽ വാങ്ങിക്കുന്നു. ഇതെന്നെ ഗ്രേവി? നാട്ടുകോഴി ഗ്രേവി. ഓ, നാട്ടുകോഴി ഗ്രേവി ഒന്ന്, സ്പൈസി ചിക്കൻ ഗ്രേവി ഒന്ന്, കാട ഗ്രേവി ഒന്ന്, മട്ടൺ സാൽനയുടെ ഗ്രേവി ഒന്ന്. ഇത്ര ഗ്രേവി ആയി നോക്കും ബൺ പൊറോട്ട. ഇതൊക്കെയാണ് ഇവരുടെ സക്സസ് ഫോർമുല. ഇതെന്നാ? മട്ടൺ ചുക്ക. ഓ, മട്ടൺ ചുക്ക. ഇത് മട്ടൺ ചുക്ക. ഇത് ചിക്കൻ പിച്ചിപ്പോട്ട്. ഓക്കെ, ഇത് പിച്ചിപ്പോട്ട് പെപ്പർ ചിക്കൻ. ഓക്കെ, പുള്ളിക്കാരൻ എല്ലാം കൊണ്ട് തരുവാണ്. എനിക്ക് കറക്റ്റായിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട്. ഇത് മട്ടൺ ചുക്ക. മുട്ടക്കലക്കി. ഇതെൻ്റെ ഫേവറേറ്റാണ് കേട്ടോ, മുട്ടക്കലക്കി. നമ്മളാ സ്പൈസി ഗ്രേവി. അടിപൊളി. കാട ഗ്രേവി. നാട്ടുകോഴി ഗ്രേവി എടുക്കട്ടെ. ചിക്കൻ പെപ്പർ പിച്ചിപ്പോട്ട്. അടിപൊളി, നിറച്ച് പെപ്പറൊക്കെ ഇട്ടാ കൊള്ളാം കേട്ടോ. ബെസ്റ്റ്. ചിക്കൻ ചുക്ക. ഇനി മട്ടൺ ചുക്ക.
ഓ നന്നായിട്ട് കണ്ടിട്ടുണ്ടോ? വെൽ കുക്ക്ഡ്. കൊള്ളാം, എല്ലാം കൊള്ളാം, അടിപൊളി. ഓ താങ്ക് യു. ഇത് മുട്ട പൊറോട്ട, മുട്ട വെച്ചിട്ടുള്ള കൊത്തു പൊറോട്ട. നമ്മൾ ഉണ്ടാക്കുന്ന കണ്ടില്ലേ, ഇതാ അതാണ്. എന്തൊക്കെ കഴിക്കുമല്ലേ. പുള്ളിക്ക് ഭയങ്കര കാര്യം, എല്ലാം ഇങ്ങനെ കൊണ്ട് തന്നുകൊണ്ടേയിരിക്കുന്നു. ഈ തിരക്കിനിടയിലും എന്നെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് എൻ്റെ സന്തോഷം. റോഡിൻ്റെ സൈഡിൽ നിന്ന് കഴിക്കാൻ നല്ല രസമല്ലേ. നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെ കുറവാണ് അങ്ങനെ പോയിരുന്ന് കഴിക്കുന്നതല്ലേ, ഇഷ്ടമാണ്. അങ്ങനെ അവസരം കുറവാണ്, എങ്കിലും പറ്റുമ്പോൾ ഒക്കെ കഴിക്കും. ഓ ഇതാണ് മസാല കുളമ്പ് ഓംലെറ്റ് എന്ന് പറഞ്ഞേ. ഇതാ ചിക്കൻ്റെ ഒക്കെ ഗ്രേവി ഒഴിച്ചിട്ടുണ്ടാകും. അതും കൊള്ളാം, വിഷയമില്ലല്ലോ, എല്ലാം അടിപൊളി, സൂപ്പർ, ഗംഭീരം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴിച്ച് തീർക്കട്ടെ, എന്നിട്ട് ഓണറുമായിട്ട് കുറച്ച് നേരം സംസാരിക്കാം. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ? സമയം 9:45. നോക്കിയേ ഇവിടുത്തെ റോഡ്സൊക്കെ എങ്ങനെയാണെന്ന്. സജീവമാണ് ഈ പരിസരം, എല്ലാവരും ബിസി. ഇവിടെ മുഴുവൻ ആള് ബഹളം, കഴിക്കുന്നവരും ഉണ്ട്, പാർസലുള്ളവരും ഉണ്ട്. 25 years ആയി എന്നല്ലേ പറഞ്ഞേ? അപ്പോൾ ഇത് തുടങ്ങിയപ്പോൾ 2.5 രൂപയായിരുന്നല്ലേ? അല്ല ഇതിന് ബെറോട്ട അല്ല 2.50. ഓക്കെ, 2.5 രൂപയായിരുന്നു. ഇപ്പോൾ 17 രൂപയാണ് ഒരു ബെറോട്ടയുടെ വില. അന്ന് 2.5 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഭയങ്കര സക്സസ്ഫുള്ളി പോണു. രാവിലെ 8 o'clock സ്റ്റാർട്ട് ചെയ്യും, 12 o'clock വരെ ഉണ്ടാവും. ഉച്ചയ്ക്ക് നോൺ സ്റ്റോപ്പ് ബെറോട്ട ഇതെല്ലാം കിട്ടും. ഉച്ചയ്ക്ക് ബിരിയാണി ആൻഡ് കുഷ്ക റൈസ് അതുണ്ട്. അപ്പോൾ ഇത് ഇഷ്ടം പോലെ പാർസൽ അത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നു. എത്രയായി ബില്ല് പറയോ? ബില്ല് പറയോ? അല്ലല്ല ഇല്ല നോ കറക്റ്റ് പറഞ്ഞാൽ മതി. എത്രയാ? 600? ഇല്ലപ്പാ, ഇല്ല 500 ഓക്കെ അല്ലേ? അത് കുഴപ്പമില്ല. ഓക്കെ, ന്യൂ ജനനി മെസ്. ഞാൻ ഫോൺ നമ്പർ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. മധുരൈ വരാണെങ്കിൽ ഇവിടെ വരണം. ഓക്കെ, ഇത് വളരെ നല്ല ഫുഡാണ്, ഭയങ്കര രസമാണ്, ഒരു ഹാപ്പനിങ് പ്ലേസ്. തമിഴിലാണ് എഴുതിയിരിക്കുന്നത് ബോർഡ്, അതുകൊണ്ട് നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പേര് ഇതാണ്, ന്യൂ ജനനി മെസ്. അപ്പം നമുക്ക് ഓട്ടോയിൽ കയറിയാലോ. ഇനി ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട്, നടക്കുമെന്നറിയില്ല. 12 മണി വരെ ഓപ്പൺ ആയിട്ടുള്ള കടയാണ്. എൻ്റെ വയറിലൊരു തുള്ളി സ്ഥലം ഇല്ലെങ്കിൽ നമുക്ക് അവിടെ പോകാം. ഇത് മറ്റൊരു തിരക്ക് പിടിച്ച കട, മായാണ്ടി മട്ടൺ സ്റ്റാൾ, കറി കട. തിരക്ക് നോക്കും. ഇത് മട്ടൻ്റെ എല്ലാ പാർട്സും കിട്ടുന്നൊരു കടയാണ്. ആൾക്കാർ പുറത്തു നിന്ന് കഴിക്കുന്നുണ്ട്, സൂപ്പ് ഉൾപ്പെടെ തുടങ്ങും. അകത്ത് സ്ഥലം കിട്ടിയാൽ അകത്ത് കയറിയിരിക്കാം, അല്ലെങ്കിൽ പാടാണ്. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മേളിൽ പോയിരിക്കും. ഇവിടുത്തെ തിരക്ക് കണ്ടല്ലോ, ഫസ്റ്റ് ഇവിടെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ മേളിൽ സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാം. ആക്ടിവിറ്റീസ് എല്ലാം താഴെയാണ്, പക്ഷേ ഇങ്ങനെയൊക്കെയോ ഒരു സീറ്റ് കിട്ടി. ഇതിൻ്റെ മേളിലും ഒരു ഫ്ലോർ ഉണ്ട് കേട്ടോ, അവിടെയും ആളുണ്ട്, ഇവിടെ ആൾ, താഴെ ഫുൾ റോഡ് വരെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. മറ്റൻ്റെ എല്ലാം കിട്ടും, ബ്രെയിന് എല്ലാം കിടക്കും, എല്ലാം A to Z മട്ടണിലെ എല്ലാം കിട്ടും. ഇതൊരു ഗോട്ട് കടയാണ്, ആട് മട്ടൺ സ്റ്റാളല്ലേ, അപ്പോൾ എല്ലാം ഉണ്ടാവും. ഇത് എത്ര വർഷം പഴക്കം? ആ ഈ കടയാ? അത് നേരത്തെ കട ആണോ? അതിന് മുന്നേ ഇല്ല, ഫസ്റ്റ് ടൈമാ? മുന്നാടി ഇല്ല,
മട്ടൺ സ്റ്റോൾ ആയിരുന്നു അല്ലേ, കടയായിരുന്നു. ഓക്കെ, മട്ടൺ ഫ്ലഷ് കൊടുക്കുന്ന കട. ആ ഓക്കെ ഓക്കെ. ഈവനിങ്. ഓ ഓ ഇപ്പോഴും അങ്ങനെ തന്നെ അല്ല, ഇപ്പം മാറി, ഫുൾ ടൈം. ഓക്കെ, പണ്ട് രാവിലെ മട്ടൺ സ്റ്റോളായിരുന്നു, മട്ടൺ പീസ് വിൽക്കുന്ന കട, മട്ടൻ്റെ ഇറച്ചി കട. വൈകുന്നേരം ആകുമ്പോൾ അവരിങ്ങനെ ഹോട്ടൽ പോലെ ആക്കും, ഭക്ഷണം കൊടുക്കുന്ന സ്ഥലം. ഇപ്പോൾ ഫുൾ ടൈം ഇതൊരു റെസ്റ്റോറൻ്റായിട്ട് റൺ ചെയ്തു എന്നാണ് പറഞ്ഞത്. 2-3 വർഷമായിട്ടുള്ളതാണ്. പക്ഷെ അതിന് മുന്നേ ഒരു മട്ടൺ സ്റ്റോളായിരുന്നു, മട്ടൻ്റെ പാർട്സ് വിൽക്കുന്ന കട, ഇറച്ചിയൊക്കെ നമുക്കറിയില്ല, ഇറച്ചി കട. അത് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അത് ഭയങ്കര സക്സസ്സായി. ഇപ്പോൾ ആൾക്കാർ ഇടിയുണ്ടല്ലോ. നെല്ലി അറിയാമല്ലോ, അകത്തിങ്ങനെ മജ്ജ ഉണ്ടാവും എല്ലിൽ, അത് കഴിക്കും. ഇവരെല്ലാം ഹാപ്പി ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എൻ്റെ ഇടയിൽ ഇരിക്കുവാണ് അവരെ ശല്യപ്പെടുത്താൻ. தலைக்கறி, குடல், ஈரல், சோரொட்டி, மாங்காய், நல்லி, பாயா, நெஞ்சு, பால் கறி, காடி சாப்ஸ், வெங்காய கறி, கிட்னி இருக்கு, வெள்ளை மாங்காய் இருக்கு, கருப்பு மாங்காய் இருக்கு, முட்டை கறி இருக்கு. கறி தோசை வெரைட்டில வந்து குடல் கறி தோசை, சுக்கா கறி தோசை, மட்டன் கறி தோசை இருக்கு, ஈரல் கறி தோசை, சோரொட்டி கறி தோசை, கிட்னி கறி தோசை, பாயா, நாட்டுக்கோழி, இட்லி, இடியாப்பம், மட்டன் இட்லி கொத்து இருக்கு, குடல் இட்லி கொத்து, இடியாப்ப கொத்து இருக்கு, ஈரல் கொத்து, சோரொட்டி கொத்து. அதே மாதிரி இடியாப்பத்துல மட்டன் கொத்து, குடல் கொத்து, ஈரல் கொத்து, இடியாப்ப கொத்து, சோரட்டி கொத்து, வெங்காயக்கறி கொத்து, ரைஸ், மட்டன் ரைஸ், குடல் ரைஸ், ஈரல் ரைஸ், சோரட்டி ரைஸ், வெங்காயக்கறி ரைஸ். அதே மாதிரி நூடுல்ஸ்ல போடலாம். 65 போன்லெஸ் மீன் എല്ലാം ഉണ്ടല്ലേ. பன் புரோட்டா, பொரிச்ச புரோட்டா, நார்மல் புரோட்டா, വെറൈറ്റിலாம் போடலாம். എല്ലാ വെറൈറ്റി. എത്ര കാര്യങ്ങൾ മനസ്സിലായി, എനിക്ക് പകുതി അറിയില്ല. തമിഴ് ഞാൻ ബോട്ടി അതൊന്നും കഴിക്കില്ല. എല്ലാം വേണ്ട, കഴിക്കാത്, சாப்பிடாது. எனக்கு லிவர் ஓகே. லிவர் என்ன தராம்? ലിവറിൽ എന്ന കറി? ഡ്രൈ. ഓക്കെ. പിന്നെന്താ വേണം? ഒരു മുട്ട ദോശ, ഒരു മുട്ട നല്ലി, സ്പെഷ്യൽ ഒരു നല്ലി. ഓക്കെ, ഒരു 100 സാധനങ്ങളുണ്ട്. നല്ലി ചോപ്സ്. ഇത് നല്ലി ചോപ്സാ? ഇത് നല്ലി ചോപ്സാ അല്ല? പറഞ്ഞു മുട്ട ദോശ പറഞ്ഞു, മട്ടൻ നല്ലി ദോശ, നല്ലി, വേറെ ഒരുപാട് സാധനങ്ങളുണ്ട്. சோரொட்டி, வெங்காய கறி, ஆனியன் மீட் இருக்கு. ഓണിയൻ മീറ്റാ? ஆனியன் மீட் മതി, ഇത് കൊണ്ടുവരാം. ചുരുക്കം പറഞ്ഞാൽ ഞാൻ സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്ന ഈ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞത് കേട്ടല്ലോ, ഒരുപാട് സാധനങ്ങൾ, മറ്റേ A to Z സാധനങ്ങളുണ്ട്, ഒരു രക്ഷയില്ലാത്തത്ര ആയിട്ടുണ്ട്. എത്തിക്കഴിഞ്ഞു. ഇത് ഗ്രേവി, ഇത് സാൽന ഗ്രേവി, മട്ടൺ ആൾ മട്ടൺ. என்ன டிஃப்ரென்ஸ்? ലിവർ, നല്ലി, നാട്ടുകോഴി, പായ. ഇത് ലിവറാ? ഓ, നല്ലി, നാട്ടുകോഴി, പായ. ഓക്കെ, എല്ലാം ഗ്രേവി. നല്ലി, ലിവർ, മുട്ട ദോശ. ഇതന്നെ, ഇത് ഫസ്റ്റ് ചാനൽ, സബ്സ്ക്രൈബ്. ഓക്കെ, ഇത് സെക്കൻഡ് ചാനൽ. ഇത് താൻ ഇതെല്ലാം അതിൽ വരും. സെക്കൻഡ് ട്രാവൽ ഫുഡ്. ഇതാണ് ഇവരുടെ വലിയ മുട്ടദോശ. മുട്ടദോശ എന്ന് പറഞ്ഞാൽ ശരിക്കും നെയ് റോസ്റ്റ് പോലെ ഉണ്ടായിരുന്നു, അതിനകത്താണ് മുട്ടയും കൂടി ചേർത്തിട്ട്. ഇതിങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, ഫസ്റ്റ് ടൈം. പെപ്പറൊക്കെ ഇട്ടിട്ട് അടിപൊളി. ഇത് കുറേ ഗ്രേവി. ഇത് ഇവരുടെ ഏറ്റവും വലിയൊരു മൂവിങ് സംഭവമാണ്. നല്ലി നല്ല വെന്ത് നല്ല കാല്. വെരി നൈസ്. മട്ടൺ അങ്ങനെ എടുത്താൽ തന്നെ ഇങ്ങനെ വീണ് പോകും. ഇങ്ങനെയാണ് കഴിക്കുന്നത്. അയ്യോ, ഇങ്ങനെ കടിച്ച് കഴിക്കണം കേട്ടോ. എനിക്ക് പക്ഷേ ആ കാര്യത്തിൽ കുറച്ച് മോശമാണ്. പെപ്പർ, ലിവർ ഫ്രൈ, പെപ്പർ, നല്ല സ്മോൾ പീസസ്. ഓക്കെ, മുട്ട ദോശ.
അടിപൊളി. ലിവർ എനിക്ക് ഇഷ്ടം. ഇത് ലിവറിൻ്റെ ഗ്രേവി. അടിപൊളി. എല്ലാം കൊള്ളാം കേട്ടോ. ഗംഭീരം. ഓരോന്നും സെപ്പറേറ്റ് ഗ്രേവിയാണ്. നല്ലിയുടെ ഗ്രേവി, നാട്ടുകോഴിയുടെ ഗ്രേവി, ഇത് എല്ലാം ഇവിടെ എല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇത് സാലഡ്, മട്ടൺ സാലഡ്, നോർമൽ ഗ്രേവി. അയ്യോ രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. ഞാൻ ഇത്ര വേറെ കൊള്ളാല്ലായിരുന്നെങ്കിൽ കുറേ കൂടി കാര്യങ്ങൾ കഴിക്കുമായിരുന്നു. മട്ടൺ പ്രേമികളെ ഇതിലേ എന്നാണ് പറയുന്നത്. ഇതൊരു മട്ടൺ സ്റ്റോളായിരുന്നാണ് കൺവേർട്ടഡ് ടു മട്ടൺ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മെസ്. ഗംഭീരം, ഒന്നും പറയാനില്ല, ഭയങ്കര. പെപ്പറാണ് കൂടുതലും കേട്ടോ, നല്ല രസമുണ്ട്. മധുരയിൽ വന്നാൽ ഭക്ഷണം ഷോപ്പിംഗ് ഒരു കുറവ് വരുത്തരുത്, അതിൻ്റെ പറ്റിയ സ്ഥലമാണ്. ഓക്കെ, ഞാൻ സമാധാനമായിട്ട് പതുക്കെ കഴിച്ചു തീർക്കാം. അടിപൊളി ടേസ്റ്റ്, ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു എല്ലാം, ഭയങ്കര രസം. അങ്ങനെ അടിപൊളി ഫുഡെല്ലാം കഴിച്ച് തിരിച്ചിറങ്ങി. 10:45 സമയം. ഇവിടുത്തെ തിരക്കൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. മഹേഷ്. നല്ല ഫുഡ്. ഓക്കെ, താങ്ക് യു. അങ്ങനെ മായാണ്ടി മട്ടൺ സ്റ്റാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇന്നത്തെ ഫുഡ് ടൂർ എന്ന് പറഞ്ഞാൽ ചെറിയ പരിപാടിയല്ലായിരുന്നു കേട്ടോ. രാവിലെ ഒരു വൈകുന്നേരം ആയപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തതാണ്. 4 മണിക്കാണ് ഇവിടെ എത്തിയത്. അത് കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങി കലാപരിപാടികൾ. ഫുൾ ഹാപ്പി ഡേ, സന്തോഷം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നായിരിക്കട്ടെ. അപ്പോൾ തിരിച്ചിൻ്റെ ഹോട്ടലിൽ പോകുന്നു, കിടന്നുറങ്ങുന്നു, മെയിലൊക്കെ കഴുകിയിട്ട്. ഇത് നാളെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു ഈ മധുരൈ ഫുഡ് ടൂർ. അപ്പോൾ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ